ഹരേ കൃഷ്ണ. നമുക്കിനിയും 79ാമത്തെ ശ്ലോകം നോക്കാം. ഭക്തിരുവാച സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ശ്രീ ഭക്തിദേവിയുടെ സംശയ നിവാരണത്തിനെന്നോണം ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഈ കലികാലത്തിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും ഇത് നമുക്കറിയാം, ഈ ഭക്തിദേവിയും ശ്രീ നാരദ മഹർഷിയും തമ്മിലുള്ള ഈ ഒരു സംവാദം എന്ന് പറയുന്ന കഥയ്ക്കുള്ളിലെ കഥയാണ്. ഇവിടെ ശ്രീ ശൗനക മഹർഷിക്ക് സൂതൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സൂതൻ പറയുന്നു, ഭക്തിദേവി ഇതെല്ലാം കേട്ടിട്ട് നാരദ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വരെയായിരുന്നു കണ്ടു നിർത്തിയത്. ഇനി ബാക്കി പറയാം. ഭക്തിരുവാച, ഭക്തിദേവി പറഞ്ഞു, സുരർഷേ അല്ലയോ ദേവർഷേ, സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, അല്ലയോ ദേവർഷേ, ത്വം അങ്ങ്, ഹി ധന്യോസി ധന്യഃ അസി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ധന്യോസി. ഹി എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹി ധന്യോസി, അങ്ങ് ധന്യനാകുന്നു, ധന്യാത്മാവാകുന്നു. അങ്ങനെയുള്ള അങ്ങയെ മദ്ഭാഗ്യേന സമാഗതഃ, മദ്ഭാഗ്യേന എൻ്റെ ഭാഗ്യം കൊണ്ടാണ് സമാഗതഃ അങ്ങിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ ഒന്ന്, ധന്യനായ അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. സാധൂനാം, സാധൂനാം എന്നാൽ സാധുക്കളുടെ അഥവാ മഹാത്മാക്കളുടെ ദർശനം, അവരുടെ ദർശനം തന്നെ, അവരെ കാണാൻ കഴിയുന്നത് തന്നെ ലോകേ, ലോകത്തിൽ സർവസിദ്ധികരം പരം, സർവസിദ്ധികരം എല്ലാ തരത്തിലുമുള്ള സിദ്ധികളും അഥവാ മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നത്, സിദ്ധികരം എല്ലാ സിദ്ധികളും എല്ലാ മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നത് എങ്ങനെയുള്ളത്, പരം, പരമമായ. അപ്പോൾ അവരെ കാണുന്നത് തന്നെ ഈ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള പരമമായ മംഗളങ്ങളെയും സിദ്ധികളെയും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അല്ലയോ മഹർഷേ, അല്ലയോ ദേവർഷേ, അങ്ങ് തീർച്ചയായും ധന്യാത്മാവ് തന്നെയാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ, നമ്മളെപ്പോലെ ലൗകിക ജീവിതത്തിൽ കഴിയുന്ന സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെയും ഈ സുഖദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമാണ് ജീവിതം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ജരാനരകൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ദുഃഖമാണ്. ഈ വൃദ്ധന്മാരെ ജ്ഞാനവൈരാഗ്യങ്ങൾ ജരാനര ബാധിച്ചു എന്ന് പറയുമ്പോൾ തങ്ങളുടെ പുത്രന്മാർക്കുണ്ടാകുന്ന ദുഃഖം, അത് നമുക്കുമൊക്കെ നമ്മുടെ ബന്ധങ്ങളിലൂടെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പുത്രന്മാരെ ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളെ ഓർത്തിട്ടാവാം, ഇതൊക്കെ നമുക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ മറികടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതിനുള്ള ഒരു ഉത്തരം ഇത് നമുക്കും കൂടി വേണ്ടിയാണ് ശ്രീ നാരദ മഹർഷി ഇവിടെ പറഞ്ഞു തരുന്നത്. കാരണം കലികാലം ഇങ്ങനെയാണ്, അത് ഈ കലിയുഗത്തിൻ്റെ യുഗധർമ്മമാണ്. അതുകൊണ്ട് അത് ഇങ്ങനെയേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് നമുക്കിവിടെ നാരദ മഹർഷി ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് അപ്രിയമായി ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നവരോടൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവരങ്ങനെ ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഈ ഒരു ദേഷ്യഭാവം, അപ്രിയം നമുക്ക് ഇല്ലാതെയാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ പൂർവജന്മത്തിൽ നിന്നും വഹിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വാസന, അതിനനുസരിച്ച് അവർക്ക് അവരിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അവർക്ക് അവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന, അവർ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു സംസ്കാരത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയേ ആകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മണ്ണെണ്ണയും വഹിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി ഏത് വഴിക്ക് പോയാലും മണ്ണെണ്ണയുടെ ഗന്ധം പരക്കുന്നത് പോലെ, അതേസമയം നല്ല ഒരു പനിനീർ തൈലം വഹിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി ഏത് വഴിക്ക് പോയാലും പനിനീരിൻ്റെ ഗന്ധം പരക്കുന്നത് പോലെ
നമ്മളൊക്കെ പൂർവ്വജന്മത്തിൽ നിന്നും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു വാസന, ഒരു സംസ്കാരം, അത് നമ്മൾ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും നമ്മളിൽ നിന്നത് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരോട്, കാരണം അവരുടെ ഈ ഒരു ജന്മത്തിൽ അവർക്ക് അങ്ങനെയേ ആകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എന്തിനാണ് അവരോട് ദേഷ്യം അല്ലെങ്കിൽ അപ്രിയം തോന്നുന്നത്? പകരം നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് അപ്രിയങ്ങളാകുന്ന വിധത്തിലുള്ള വാക്കോ കർമ്മമോ ഉണ്ടാകാതെ ഇരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനും കഴിയും. അപ്പോൾ ഈ തത്വങ്ങളെയൊക്കെ പറഞ്ഞു തരണമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി എപ്പോഴും വളരെ ധന്യാത്മാക്കളാവണം. ഇപ്പോൾ ഇവിടെ നാരദ മഹർഷിയെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ നാരദ മഹർഷി ഭഗവാനെ, അല്ലയോ മഹർഷേ, അല്ലയോ ദേവർഷേ, അങ്ങ് ധന്യാത്മാവാകുന്നു, അങ്ങയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ്. നമുക്കുമൊക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടുകിട്ടണമെങ്കിൽ, സജ്ജനങ്ങളെ കണ്ടുകിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗ്യം അഥവാ പൂർവ്വജന്മ സുഹൃതം നമ്മുടെയൊക്കെ ഒപ്പം ഉണ്ടാവണം. അങ്ങനെയുള്ളപ്പോഴേ നമുക്ക് ഇതുപോലെ സജ്ജനങ്ങളെ കണ്ടുകിട്ടാൻ കഴിയുകയുള്ളൂ. അവരുടെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഏറെ പരിവർത്തനങ്ങൾ വരുത്തുന്നതാണ്. നമ്മുടെ ദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് ഹേതുവായത് എന്താണോ അത് മാറുന്നുണ്ടാവില്ല. പക്ഷേ ദുഃഖങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ലാതെയാവും. നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഭക്തിദേവി പറഞ്ഞത്, അങ്ങയെപ്പോലെയുള്ളവരുടെ ദർശനം ഈ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള സിദ്ധികളും മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. മംഗളം ഉണ്ടാകുന്നത് ഈ അമംഗളകരമായ ചിന്തകളും കർമ്മങ്ങളും ലോകത്തിൽ ഇല്ലാതെയാകുമ്പോഴാണ്. അതിനാകട്ടെ പരിവർത്തനം ഉള്ളിൽ നിന്നാണ് വരേണ്ടതും. ആ ഉള്ളിൽ നിന്നുണ്ടാകണമെങ്കിൽ പൂർവ്വജന്മത്തിൽ നിന്നു കൊണ്ടുവന്ന ഒരല്പം സുഹൃതത്തിൻ്റെ പുണ്യം നമ്മളോടൊപ്പം ഉണ്ടാവണം. അപ്പോൾ നമ്മളെ കാലം സജ്ജനങ്ങളുടെ അടുത്തെത്തിക്കും. ആ സജ്ജനങ്ങളിൽ നിന്ന് നമുക്ക് വീണ് കിട്ടുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ പരിവർത്തനത്തിന് കാരണമാകും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭക്തിദേവി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ഇവിടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പദത്തിൻ്റെ അവസാനം സമാഗതഃ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഹരേ കൃഷ്ണ.